ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാക്ഷിമൊഴിയും സാഹചര്യ തെളിവുകളും എല്ലാം പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതായിരിക്കുകയും ചെയ്യും. എന്താ അത്രയും പോരെ പ്രതി അറസ്റ്റ് ചെയ്യാൻ? മതി, പ്രതി അറസ്റ്റ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കല്ലേ? പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഞാനൊരു മാന്യമായ ഓഫർ പറയാം. 30%. അവന്തിക അസോസിയേറ്റ്സിന്റെ 30% ഷെയർ ഞാൻ നിങ്ങളുടെ പേരിൽ എഴുതി തരാം. എന്റെ റിസ്കിന് അത് പോരാത്തതാണ്. എന്നാലും ഞാൻ അതിന് സമ്മതിക്കുന്നു. കൈപിടിക്കാൻ വരട്ടെ സാറേ. അങ്ങനെ വെറുതെ സമ്മതിച്ചാൽ മാത്രം പോരല്ലോ. അതിന് എനിക്കൊരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്ത് കണ്ടീഷൻ? പറയാം. അതുകൂടി സമ്മതിച്ചാൽ ഇന്ന് തന്നെ ഷെയറുകൾ കൈമാറുന്നത് സംബന്ധിച്ച് നമുക്കൊരു ധാരണയാകാം. ഞാൻ എന്താ വേണ്ടെന്ന് പറയൂ. പറയാം. തക്കലയിലെ മുരുകന്റെയും കനിമൊഴിയുടെയും കേസ് അങ്ങ് വിട്ടേക്ക്. അതിൽ പിടിച്ചു തൂങ്ങേണ്ടത് തമിഴ്നാട് പോലീസാ. അതീ കടലില് കായം കലക്കിയ പോലെ. പക്ഷെ എന്റെ അമ്മാവന്റെ കേസ്, അതിന് മറ്റൊരു പ്രതിയെ കണ്ടെത്തിയേ തീരൂ. രാജീവ് പറഞ്ഞതുപോലെ നാളെ നിങ്ങൾക്ക് അതൊരു പ്രമോഷന്റെ സാധ്യത കൂടിയാ. ഒരു ഡിവൈഎസ്പിയുടെ പദവി ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. ആ കൂട്ടത്തിൽ കേസ് ക്ലോസ് ആയെന്ന് എനിക്ക് എന്റേതായ ഒരു ഉറപ്പും കിട്ടണം. എന്ന് പറഞ്ഞാൽ നാളെ ഇതിന്റെ പേരിൽ എന്നെ അന്വേഷിച്ച് ഒരു രാജീവും വരരുത്. എന്താ, പറ്റുമോ? ഇത്രയും പണം മുടക്കുമ്പോ എനിക്ക് അത്രയെങ്കിലും ഒരു ഉറപ്പ് കിട്ടണ്ടേ രാജീവ് സാറേ? അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? എന്റെ അമ്മാവനെ കൊന്ന കേസിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണ്ടേ? ആരെ? പറയാം. പക്ഷേ വെറുതെ ഒരാളെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും മാഡം? അതിന് കാരണങ്ങൾ വേണ്ടേ? കാരണങ്ങളാണോ ഇല്ലാത്തത്? അയാൾക്ക് എന്റെ അമ്മാവനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവം വ്യക്തമായി കണ്ട ഒരു ദൃക്സാക്ഷിയെ ഞാൻ പോലീസിന് തരും. സാക്ഷിമൊഴിയും സാഹചര്യ തെളിവുകളും എല്ലാം പ്രതി കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നതായിരിക്കുകയും ചെയ്യും. എന്താ അത്രയും പോരെ പ്രതി അറസ്റ്റ് ചെയ്യാൻ? മതി, പ്രതി അറസ്റ്റ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ തീരുമാനിക്കല്ലേ? പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. മേഡത്തിനോട് പറഞ്ഞ കാര്യം ഞാനും ചെയ്തിരിക്കും. ഇവനായിരുന്നു. വരൂ സാർ, അകത്തേക്ക് വരൂ. മോളെ വാ. വാ വാ മോളെ. അല്ല, എന്താ മോളെയും കൂട്ടി ഇങ്ങോട്ടൊക്കെ? ഈ കുട്ടികളൊക്കെ? ഇവർ രണ്ടുപേരും മോളുടെ ഫ്രണ്ട്സാ. ഓ, മോളുടെ ക്ലാസ്സിലാ ഗൗരിമോള് പഠിക്കുന്നേ. ഇന്നിവരെല്ലാം കൂടി ഇവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്.
ഗൗരി അയ്യോ പതുക്കെ. ചിപ്പി വിടല്ലേ. അമ്മു ഇന്ദൂട്ടി വാ. മോളെ ഫ്രണ്ട്സിനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. ചെല്ലു മോളെ. ഇന്ദൂട്ടി ആ ബാഗ് ഇന്ന് താ. വേണ്ട ഞാൻ എടുത്തോളാം. ഗൗരി വാ. ജനി ഇവർ കുടിക്കാൻ കോഫി എടുക്ക. ശരി മാഡം. ഇരിക്കു സർ. ഓ അല്ല, രാജീവ് എന്താ ഇവിടെ? പാറമടയിൽ നിന്നും ഒരു സ്കെൽറ്റൻ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടൊരു കേസിൽ തെളിവെടുക്കാൻ വന്നതാ. ഓ കൊല്ലപ്പെട്ടത് അവന്തിക മേഡത്തിന്റെ അമ്മാവൻ അനിരുദ്ധന്. ഓ അത് ശരി. എന്നിട്ട് എന്തായി അന്വേഷണം? പ്രതിയെപ്പറ്റി ഏകദേശം ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അക്കാര്യം ഒന്ന് സംസാരിക്കാൻ കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വർഷങ്ങൾക്ക് മുമ്പാ അമ്മാവനെ കാണാതായത്. എനിക്കതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. അമ്മാവനും ഞാനും തമ്മിൽ വല്ലാത്തൊരു സ്നേഹവും അടുപ്പമൊക്കെ ആയിരുന്നു. ഓ ഇത്രയും വർഷങ്ങളായ കേസിൽ ഇപ്പൊ കിട്ടിയ അസ്ഥികൂടത്തിൽ നിന്നും വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. സമൃദ്ധിക്കും മറ്റും സുഖമാണല്ലേ? സുഖം. വാ. നല്ല ഭംഗിയുണ്ട് ചിപ്പിയുടെ മുറുക്കി. കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ടല്ലോ. എന്റെ കയ്യിലും ഉണ്ട് ഇതുപോലൊരു സ്പൈഡർമാൻ. ഇവിടെ കുറെ കളിപ്പാട്ടങ്ങളുണ്ട്. അമ്മ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വാങ്ങും. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളൊന്നുമില്ല. ഇതൊക്കെ വേണമെങ്കിൽ നീ എടുത്തോ. ഓ എനിക്ക് വേണ്ട. ഞങ്ങൾക്കല്ലാതെ ഉള്ള കളികളാ കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നാലും ഇതൊക്കെ കാണാൻ കൊള്ളാം കേട്ടോ. ഈ മുറിയിൽ ഒറ്റയ്ക്കാണോ നീ? അതെ. ഒറ്റയ്ക്ക് കിടന്ന എന്താ കുഴപ്പം? ഞാൻ അച്ഛമ്മയുടെ കൂടെ കിടന്നുറങ്ങുന്നു. അമ്മു അമ്മയുടെ കൂടെ. ഗൗരിയോ? എനിക്ക് അമ്മ കെട്ടിപ്പിടിച്ച് തന്നെ കിടന്നുറങ്ങണം. അമ്മയ്ക്കും അതുപോലെ തന്നെയാ. ഒരു ദിവസം പോലും വേറെ ആരുടെയും കൂടെ കിടന്നുറങ്ങാൻ അമ്മ സമ്മതിക്കില്ല. അതെ, എന്തൊക്കെയാ നിന്റെ സർപ്രൈസ് പ്ലാൻ? സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് അമ്മ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്ത് സൂചന? നമ്മളെ അടിച്ചു പൊളിക്കുന്നതേ ഇവിടെ ആയിരിക്കില്ല.